മുഖ്യമന്ത്രി പിണറായി വിജയൻ ആളെങ്ങനെയാ? ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും വിശദീകരിച്ചാൽ നിങ്ങളുടെ രാഷ്ട്രീയ ബോധ്യം കൊണ്ട് നിങ്ങൾ അയാളെ പുകഴ്ത്തി പറയുന്നതാണെന്ന് നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞേക്കാം. അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇന്നിപ്പോൾ അധികാരത്തിനു വേണ്ടി പല PR ചാപ്പകൾ കുത്തുന്നതിനപ്പുറം ആരാണ് പിണറായി, എന്താണ് അദ്ദേഹത്തിൻ്റെ സവിശേഷത എന്നതിനെ സംബന്ധിച്ച് മനോരമയിലെ ജോണി ലൂക്കോസ് നിങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞു തരും. ലൂക്കോസ് അണ്ണ, വിശുദ്ധ വാരമാണ്, അറിയാലോ, ഉയിർപ്പിൻ്റെ നാളുകൾ. ആ സന്ദർഭത്തിൽ സത്യം പോലെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പിണറായി വിജയനെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന ആ സത്യമൊന്ന് പറഞ്ഞു കൊടുത്തേ. പിണറായി വിശ്വസ്തനാണോ, ജെനുവിനാണോ? ഒരു കാര്യത്തിൽ അദ്ദേഹം പൂർണ്ണ വിശ്വസ്തനാണെന്ന് അദ്ദേഹത്തോട് അത്ര താല്പര്യമില്ലാത്തവർ പോലും സമ്മതിക്കുന്നുണ്ട്. പിണറായിയോട് ഒരാൾ പറയുന്ന കാര്യം പിണറായി മറ്റൊരാളോട് പറയില്ല. ഇനി ആ സംഭാഷണത്തിലെ വിവരം ഏതെങ്കിലും സന്ദർഭത്തിൽ ഉപയോഗിക്കേണ്ടി വന്നാൽ പോലും പേര് മറ്റൊരാളോട് പങ്കുവയ്ക്കില്ല. ഒരാളോട് പറയേണ്ട കാര്യം അയാളോട് മാത്രമേ പറയൂ. ഈ ജനുസിൽ ലോകത്ത് രണ്ടാമതൊരാൾ ഉണ്ടാവില്ല എന്നാണ് പിണറായിയെ നന്നായി മനസ്സിലാക്കിയ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത്. പിന്നെ ജെനുവിനാണോ എന്ന ചോദ്യം, അനുനയവും വിനയവും കുറവെന്നൊക്കെ പറഞ്ഞാലും പിണറായിക്ക് അഭിനയമില്ല. എന്നാൽ മാധ്യമങ്ങളുടെ സുഹൃത്താകാതെ മാധ്യമങ്ങളിലൂടെ തന്നെ ജനസമ്മതി നേടുന്ന സൂത്രവിദ്യയുണ്ട് വിജയന്റെ വിജയത്തിന് പിന്നിൽ. ഇതിന് സഹായിച്ചതോ ദുരിതങ്ങൾ, പ്രളയം, കൊടുങ്കാറ്റ്, നിപ്പ, കോവിഡ്, ഇത്തരം പ്രതിസന്ധികൾ. പ്രളയകാലത്ത് മുഖ്യമന്ത്രിക്കുണ്ടായ പ്രതിച്ഛായ മറക്കാൻ പ്രായമായപ്പോഴാണ് ഇപ്പോൾ തന്നെ 1 വർഷത്തിലേറെ നീണ്ട കോവിഡിന്റെ വരവ്. ഓരോ ദിവസത്തെയും കോവിഡ് കണക്കിനൊപ്പം സർക്കാരിന്റെ കരുതലിന്റെ കണക്കും കണക്കില്ലാത്ത ദിവസങ്ങളോളം അദ്ദേഹം ടെലിവിഷനിലൂടെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നു. വിശദാംശങ്ങളിൽ സൂക്ഷ്മ ശ്രദ്ധയുള്ള ഒരു വിദഗ്ധനെ പോലെ. ഒന്ന് പറയാം, പിണറായിയെ അടുത്തറിയുമ്പോഴാണ് മനസ്സിലാക്കുക അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് അത്രയ്ക്കൊന്നും അറിയില്ലെന്ന്. നടപ്പാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് അദ്ദേഹത്തിന് മികച്ച ധാരണയുണ്ട്. എതിർപ്പുകളെ മറികടക്കാനുള്ള ഇച്ഛാശക്തിയുമുണ്ട്. അപ്രിയമായതും പിണറായിയോട് പറയാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന പ്രിയ സുഹൃത്ത് ചാത്തോത്ത് രായു നായർ പിണറായിയുടെ സ്വഭാവ മഹിമ സാക്ഷ്യപ്പെടുത്തുന്നത് ചില പ്രത്യേകതകൾ എടുത്തു പറഞ്ഞാണ്. അദ്ദേഹം പറയുന്നു, പിണറായിയുടേത് ധാർഷ്ട്യമല്ല, ജന്മനായുള്ള സ്വഭാവ രീതി കൊണ്ട് അങ്ങനെ തോന്നുന്നതാണ്. ആൾ അത്ര ഗൗരവക്കാരനല്ല, നാടിനു വേണ്ടി പലതും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്, എന്തും ആലോചിച്ച് ചെയ്യുന്ന ബുദ്ധിമാനാണ്, തീരുമാനിച്ചത് ഉടൻ നടത്തണമെന്ന ചിന്താഗതിക്കാരനാണ്. സ്നേഹമുള്ള സിംഹം എന്ന് വിളിക്കാവുന്ന സ്വന്തം ബാപ്പയുടെ അതേ സ്വഭാവമാണ് പിണറായിയിൽ കണ്ടതെന്ന് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന KT ജലീൽ എഴുതിയിട്ടുണ്ട്. പ്രളയകാലത്ത് എന്നതുപോലെ പിണറായിക്ക് ആരാധകരുണ്ടായി. കടുത്ത രാഷ്ട്രീയ വിശ്വാസമില്ലാത്ത സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ജാഗ്രത ബിംബമായി. എവിടെയും പിണറായിക്ക് ഒരു വോട്ടുണ്ടായി. ആരുണ്ടെങ്കിലും പിണറായി കൂടി വേണമെന്നൊരു ചിന്തയായി. അങ്ങനെ ജനങ്ങൾ ആ കരുതലിന്റെ തടങ്കലിലായി. പിണറായി ഏത് കാറ്റിലും കോളിലും കേരളത്തെ നയിക്കാൻ കഴിയുന്ന ക്യാപ്റ്റൻ. കേട്ടല്ലോ, കേരളത്തിന്റെ രാഷ്ട്രീയ നേതാക്കളിലെ പ്രത്യേക ജനുസാണ്. പറയുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കും, ഒരു സംശയവും വേണ്ട. അങ്ങനെ ഒരു രാഷ്ട്രീയക്കാർ അപൂർവതയാണ്. പറഞ്ഞത് ജോണി ലൂക്കോസാണ്. കോൺഗ്രസിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനോരമ പത്രത്തിന്റെ ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്. അങ്ങനെയുള്ള വ്യക്തി പിണറായി വിജയനെക്കുറിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കേരളത്തിൽ ഇടതുവിരോധികളായിട്ടുള്ള, പോരാത്തതിന് മാധ്യമ മുതലാളിമാർ എന്ന ഇടതുപക്ഷ വിരുദ്ധർ, അവർ നടത്തുന്ന സ്ഥാപനങ്ങളിൽ കുത്തിനിറച്ചിരിക്കുന്ന വലതുപക്ഷ മനോഭാവമുള്ള മാധ്യമപ്രവർത്തകരാൽ ചാപ്പ കുത്തപ്പെടുന്നതിനപ്പുറം എന്താണ് പിണറായി വിജയൻ എന്ന് ഇതിനേക്കാൾ മികച്ചതായിട്ട് വിശദീകരിക്കാൻ വാക്കുകളുണ്ടാകില്ല. അതുകൊണ്ട് പിണറായി വിജയൻ എന്ന വ്യക്തിയെ പല തെറ്റിദ്ധാരണകൾ കൊണ്ട്, പല നുണകൾ കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് തെറ്റായി ചിത്രീകരിപ്പിക്കുക എന്നുള്ളത് അധികാര കൊതിമൂത്ത ചിലരുടെ ലക്ഷ്യമാണ്. അതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ എന്താണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിശദീകരണമാണ് ജോണി ലൂക്കോസിൽ നിന്നുണ്ടായത്. അതിൽ ഒരു അക്ഷരം കൂട്ടാനോ കുറയ്ക്കാനോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.